ഞാൻ ഈയിടെയായിട്ട് എൻ്റെ ലൈഫിൽ മാറ്റിയ ഒരു വലിയ എന്നാൽ ചെറിയൊരു കാര്യമാണ് സ്റ്റോപ്പ് സേയിങ് സോറി ടു അൺനെസസറി തിങ്സ്. അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ തന്നെ വളരെയധികം സോറീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. വേണ്ടാത്തതിനും വേണ്ടുന്നതിനും ഒക്കെ സോറി പറയുന്ന ആളായിരുന്നു. സോ ഞാൻ റിയലൈസ് ചെയ്യാണ് നമ്മൾ ആക്ച്വലി നമ്മൾ പണ്ടൊക്കെ നമ്മൾ നല്ല കുട്ടിയായിരിക്കണം എന്നുള്ളൊരു ടേം വരുന്നതുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സോറി പറഞ്ഞ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ വേണ്ടുന്നതിനും ഇനിയിപ്പോൾ നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ കൂടിയും നമ്മൾ ആ സോറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ റിയലൈസ് ചെയ്ത കാര്യം, നമ്മുടെ സെൽഫ് വർത്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരാളുടെ വെറുതെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നമ്മൾ സോറി പറയുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ നമ്മൾ കുറഞ്ഞ് വരും. പിന്നെ നമ്മളെപ്പോഴും റോങ് എന്നുള്ളൊരു ഫ്രെയിമിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സോറിനെ കുറിച്ചല്ല, അനാവശ്യത്തിന് നമ്മൾ സോറി പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ റെഡിയായ സമയത്ത് നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളേതായ റീസൺ കൊണ്ടാണ് ലേറ്റ് ആയതെങ്കിൽ നമുക്ക് അവിടെ താങ്ക് യു ഫോർ വെയിറ്റിംഗ് എന്ന് അവരോട് പറയാം. നമ്മൾ പറയുന്നത് എന്താ, സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അല്ലേ, അങ്ങനല്ലേ പറയാം. നേരെ മറിച്ച് അതേപോലെ നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യണം, സോറി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയാം. ഞാനിപ്പം ഒരാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മൾ അത്രയും ഇമോഷണലി ഓക്കെ അല്ലാത്ത സമയത്ത് അവർ വന്ന് നമ്മളോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെട്ടത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവരോട് പറയാം, ഞാൻ ഇപ്പം ഇമോഷണലി ഭയങ്കര വീക്കായിട്ടാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാം. പരമാവധി വേണ്ടാത്ത നമ്മളെ സോറീസൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ നമ്മളെ ഒപ്പീനിയൻസ് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നേക്കാം, സോറി ഇതെൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നേക്കാം. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇവിടെയൊക്കെ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് എ ലോട്ട് ഓഫ് ചേഞ്ചസ് നമ്മൾക്കുള്ളിൽ തന്നെ നമ്മൾ വരുത്താൻ തുടങ്ങും. നമുക്ക് എവിടെയാണ് ശരിക്കും സോറി പറയേണ്ടത് എന്നൊക്കെ റിയലൈസേഷൻ നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു. ബൈ.